2011 പുറത്തിറങ്ങിയ MCU സീരീസിലെ ആദ്യ സിനിമയായ ക്യാപ്റ്റൻ അമേരിക്ക ഫസ്റ്റ് അവഞ്ചർ എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഇതിന്റെ ആദ്യ പാർട്ട് കാണാത്തവർ മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം രണ്ടാം പാർട്ട് കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ക്യാപ്റ്റനും ബക്കിയും കൂടി ഡോക്ടർ സോളയെ പിടിക്കാനായി ഒരു ട്രെയിനിൽ വെച്ച് ഫൈറ്റ് ഉണ്ടാവുന്നതും ഇതിനിടെ ബക്കി ട്രെയിനിൽ നിന്ന് താഴേക്ക് പോകുന്നതും വരെയാണ്. അങ്ങനെ ബക്കി ക്യാപ്റ്റനെ വിട്ട് പോയിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നവൻ ഫ്രണ്ടിൽ ചെന്ന് ഡോക്ടർ സോളയെ പിടികൂടിയിരിക്കുന്നു. അങ്ങനെ അന്ന് അവർ അയാളെ നേരെ ചോദ്യം ചെയ്യാനുള്ള ഒരു റൂമിലേക്ക് എത്തിക്കുകയും അവിടേക്ക് അയാൾക്ക് കൊടുക്കാനുള്ള ആഹാരവുമായി കേണൽ വരികയും ചെയ്യുന്നു. എനിക്ക് ഈ ആഹാരം വേണ്ട, ഇതിൽ നിങ്ങൾ എന്താണ് ചേർത്തിട്ടുള്ളതെന്ന് എനിക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ലെന്ന് അയാൾ പറയുമ്പോൾ ശരി തനിക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കഴിച്ചോളാമെന്ന് പറഞ്ഞ് കേണൽ അത് കഴിക്കാൻ തുടങ്ങുകയും സാധാരണ രീതിയിൽ ഹൈഡ്രയിലെ ആരെ പിടിക്കപ്പെട്ടാലും അവർ വായിൽ ഒളിപ്പിച്ചിരിക്കുന്ന സൈനൈഡ് കഴിച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ താങ്കൾ അങ്ങനെ ചെയ്തില്ല. അതിനർത്ഥം നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടല്ലേ? ശരി, നിങ്ങളെ ജീവിക്കാൻ വിടാം, പക്ഷേ ജൊഹാൻ സ്മിത്ത് എവിടെയാണ് ഉള്ളതെന്നുള്ള വിവരം നിങ്ങൾ തരണമെന്ന് അവർ പറയുകയും അവനിപ്പോ ആൽപ്സ് പർവ്വത നിരകളിലാണ് ഉള്ളത്. പക്ഷേ നിങ്ങൾ എത്രയൊക്കെ വിചാരിച്ചാലും അവനെ പിടികൂടാൻ കഴിയില്ല, അത്രത്തോളം ശക്തനാണ് അവനെന്ന് പറയുമ്പോൾ അവന്റെ ലക്ഷ്യം എന്താണെന്ന് അദ്ദേഹം ചോദിക്കുകയും ഈ ലോകം തന്നെ കീഴടക്കുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യും. അങ്ങനെ അന്ന് ഒരിടത്ത് വിഷമിച്ചിരിക്കുന്ന ക്യാപ്റ്റന്റെ അടുത്തേക്ക് ഏജന്റ് കോർട്ടർ കയറി വരികയും അവനോട് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അവനാണെങ്കിൽ ബക്കി മരിച്ചതിന്റെ വിഷമത്തിലാണ്. ഈ ലോകത്തുള്ള എല്ലാവരും എന്നോട് മോശമായിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. ഞാനൊരു കഴിവില്ലാത്തവനും ഒന്നിനും കൊള്ളാത്തവനുമായിട്ടായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ എന്നെ ഇത്തിരിയെങ്കിലും മനസ്സിലാക്കിയത് അവനായിരുന്നു. എന്റെ കൺമുന്നിൽ വെച്ചാണ് അവനെ നഷ്ടപ്പെട്ടതെന്നൊക്കെ പറയുമ്പോൾ അതൊരിക്കലും നിന്റെ തെറ്റല്ല, ഹൈഡ്ര കാരണമാണ് അവൻ മരണപ്പെട്ടത്. ഇതിനെല്ലാം കാരണം ജൊഹാൻ സ്മിത്ത് ആണെന്ന് പറയുമ്പോൾ ഞാൻ ഹൈഡ്രയെ പൂർണ്ണമായി തകർക്കാൻ പോവുകയാണ്. ജൊഹാൻ സ്മിത്തിനെ കൊല്ലാതെ ഇനി എനിക്ക് വിശ്രമമില്ലെന്നൊക്കെ ക്യാപ്റ്റൻ പറയുന്നു. അങ്ങനെ അന്ന് ആർമിയിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു മീറ്റിംഗ് നടത്തുകയാണ്. ജൊഹാൻ സ്മിത്ത് ലോകം മുഴുവൻ ആക്രമിച്ച് കീഴടക്കാനാണ് പദ്ധതി ഇടുന്നത്. അതിനുവേണ്ടി അമേരിക്കയിൽ നിന്നാണ് അവൻ തുടങ്ങാൻ പോകുന്നത്. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് അവനെ തടയാൻ എത്ര സമയം കൂടി ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ സോള പറഞ്ഞത് വെച്ചിട്ട് 24 മണിക്കൂർ കൂടിയേ ഉള്ളൂ. ഇപ്പോൾ അവന്റെ താവളം ആൽപ്സ് പർവ്വതനിരകളുടെ ഈ ഭാഗത്തായിട്ടാണെന്ന് അദ്ദേഹം പറയുകയും പക്ഷേ അവനെ എങ്ങനെ നമുക്ക് ആക്രമിക്കാൻ പറ്റുമെന്ന് അവർ ചോദിക്കുമ്പോൾ അതിന് എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ടെന്ന് ക്യാപ്റ്റൻ പറയുന്നു. അങ്ങനെ അവൻ ഒറ്റയ്ക്ക് തന്റെ ബൈക്കും എടുത്ത് നേരെ അയാളുള്ള സ്ഥലം ലക്ഷ്യമാക്കി പോവുകയാണ്. എന്നാൽ ക്യാപ്റ്റൻ നോക്കുമ്പോൾ പിറകെ സ്മിത്തിന്റെ ആളുകൾ അവന്റെ കൂടെ കൂടുകയും അങ്ങനെ ഒരു വള്ളി ഉപയോഗിച്ച് അതിൽ രണ്ടുപേരെ അവൻ തീർക്കുകയും അതോടൊപ്പം മറ്റ് രണ്ടുപേരുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ ഗ്രനേഡ് ഉരി പൊട്ടിച്ച് അവരെയും തീർക്കുന്നു. അങ്ങനെ ഓരോ ഐഡിയയിലൂടെ എല്ലാവരെയും തീർക്കുകയും അയാളുടെ താവളം എത്താറാവുമ്പോൾ അവിടെയുള്ള ഒരു വണ്ടി അവനെ ആക്രമിക്കാൻ വരുമെങ്കിലും ബൈക്കിലുള്ള ടെക്നോളജി ഉപയോഗിച്ച് അവൻ ആ വണ്ടി തകർത്ത് കളയുകയും നേരെ അതുവഴി ഉള്ളിലേക്ക് കയറി ചെന്ന് എല്ലാത്തിന്റെയും ഇടയിലൂടെ പോയി ബൈക്ക് എറിഞ്ഞു കളയുകയും അത് നേരെ ചെന്ന് മുൻവശത്തെ കവാടം ഇടിച്ച് തകർക്കുകയും ചെയ്യുന്നു. ശേഷം അവൻ അവിടെ ഉള്ളവന്മാരുമായി നല്ലൊരു ഫൈറ്റ് ചെയ്യുകയും എല്ലാത്തിനെയും അടിച്ച് പഞ്ചറാക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ കുറെ പേർ ഒരുമിച്ച് തീയുമായി അവിടേക്ക് വരികയും എല്ലാവരും കൂടി അവനെ വളയുകയും ചെയ്യും. അങ്ങനെ അവരവനെ പിടിച്ച് നേരെ ജൊഹാൻ സ്മിത്തിന്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുന്നു. അങ്ങനെ നിന്നെ എന്റെ കയ്യിൽ കിട്ടി, നീ എന്റെ എത്ര ആളുകളെയാണ് കൊന്നു തള്ളിയത്, ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിനക്ക് ശക്തി തന്ന ആ ഡോക്ടർ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഭ്രാന്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയും ഇതോടെ അവൻ ദേഷ്യത്തിൽ ക്യാപ്റ്റനെ അടിച്ച് പഞ്ചറാക്കി അവിടെ ഇട്ട ശേഷം ഇനി നിനക്ക് ജീവിക്കാൻ അർഹതയില്ലെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ തോക്കെടുത്ത് അവന്റെ നേർക്ക് ചൂണ്ടുമ്പോൾ കുറച്ച് ഹൂക്ക് അവിടെ വന്ന് കൊളുത്തുകയും കുറെ പേർ പാഞ്ഞു വന്ന് അവരുടെ റൂമിലേക്ക് കടക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ക്യാപ്റ്റനും ചാടി എഴുന്നേറ്റ് ഫൈറ്റ് തുടങ്ങിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ക്യാപ്റ്റന്റെ പ്ലാൻ ആയിരുന്നു. അങ്ങനെ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ജൊഹാൻ സ്മിത്തിന്റെ പിറകെ ക്യാപ്റ്റനും ഇറങ്ങി ഓടിയിരിക്കുകയാണ്. ക്യാപ്റ്റന്റെ കൂടെയുള്ളവർ ഉള്ളിലെത്തിയ വിവരം കേണലിനെ അറിയിക്കുകയും അങ്ങനെ അവിടെ നിന്ന് പട്ടാളക്കാരെല്ലാം കൂട്ടത്തോടെ ഹൈഡ്രയുടെ ആ കേന്ദ്രം ആക്രമിക്കാനായി അവിടേക്ക് കയറി ചെല്ലുകയും അങ്ങനെ പൊരിഞ്ഞ ഒരു യുദ്ധം അകത്തും പുറത്തുമായി നടക്കാൻ തുടങ്ങുകയും ചെയ്യും. ക്യാപ്റ്റനും സ്മിത്തും ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ അയാൾ ഒരു വാതിലൂടെ കടക്കുന്നുവെന്ന് കണ്ട് അവൻ ഷീൽഡ് എറിഞ്ഞ് അത് തടഞ്ഞു നിർത്തുകയും എന്നാൽ അപ്പോഴേക്കും ഒരുത്തൻ ഫയർ ചെയ്തുകൊണ്ട് അവിടേക്ക് വരുന്നത് കണ്ട് മാറി നിൽക്കുമ്പോൾ ഏജന്റ് കോർട്ടർ വന്ന് അവനെ വെടിവെച്ചങ്ങ് പുകയ്ക്കുകയും ഇതോടെ രക്ഷപ്പെടുന്ന ക്യാപ്റ്റൻ അവളുടെ അടുത്തേക്ക് വന്ന് ഇപ്പൊ സമയമില്ല, ഞാൻ തിരിച്ചു വന്നിട്ട് കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നേരെ അവൻ പോയ സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോഴേക്കും കേണൽ ഉൾപ്പെടെ എല്ലാവരും അവിടെ എത്തിയിരിക്കുകയാണ്. ഈ സമയം സ്മിത്ത് വിമാനത്തിൽ കയറി രക്ഷപ്പെടാനായി പോവുകയും മറ്റേ ക്യൂബൊക്കെ സൂക്ഷിച്ചു വെച്ച് അവന്റെ വിമാനം സ്റ്റാർട്ട് ചെയ്ത് ന്യൂയോർക്ക് സിറ്റി ലക്ഷ്യമാക്കി അവിടേക്ക് വിടാൻ തുടങ്ങുകയും വിമാനം പുറപ്പെട്ടിട്ടുണ്ടെന്ന് കാണുന്ന ക്യാപ്റ്റൻ അവിടെയുള്ള എല്ലാവരെയും അടിച്ച് അതിന്റെ പിറകെ ഓടി പാഞ്ഞു ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിമാനം വളരെ വേഗത്തിൽ വിട്ടുപോവുകയും എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോൾ കേണലും കോർട്ടറും വന്ന് വണ്ടി കയറാൻ പറയുകയും അങ്ങനെ അതും കൊണ്ട് അവർ വിമാനത്തിന്റെ പിറകെ പാഞ്ഞു പോവുകയും ചെയ്യുന്നു. വിമാനമാണെങ്കിൽ റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാറായിരിക്കുകയാണ്. അപ്പോഴേക്കും കേണൽ സ്മിത്തിന്റെ ആ കാറിലെ ഒരു സ്വിച്ചിൽ ഞെക്കി പാഞ്ഞു പോവുകയും നേരെ ആ വിമാനത്തിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും അവൻ ലാൻഡിംഗ് ഗിയറിൽ പാഞ്ഞു കയറുകയും കേണലാണെങ്കിൽ വണ്ടി സ്കിഡ് ചെയ്ത് ചാവിട്ടി അങ്ങ് നിർത്തുകയും ചെയ്യും. അപ്പോഴേക്കും ലാൻഡിംഗ് ഗിയർ വിമാനത്തിന്റെ ഉള്ളിലേക്ക് പോവുകയും അങ്ങനെ ഉള്ളിലെത്തിയ ക്യാപ്റ്റൻ അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ
അതിൽ നിന്ന് കുറെ പേർ ക്യാപ്റ്റനെ ആക്രമിക്കാൻ വരികയും അങ്ങനെ അവന്മാരെ എല്ലാം അടിച്ച് പഞ്ചറാക്കുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും ആ വിമാനത്തിലുണ്ടായിരുന്ന ഒരു മിസൈലുമായി ഒരുത്തൻ പുറപ്പെടാൻ നോക്കുന്നത് കണ്ട് ക്യാപ്റ്റൻ ഓടിച്ചെന്ന് അവനെ പിടിക്കാൻ ശ്രമിക്കുമെങ്കിലും വേറൊരുത്തൻ അടിച്ചിടുകയും ഇതോടെ അവർ രണ്ടുപേരും മുകളിലിരുന്ന് ആ മിസൈല് താഴേക്ക് പോവുകയും ചെയ്യുന്നു. ക്യാപ്റ്റൻ മുകളിലുണ്ടെന്ന് കണ്ട് അത് ഓടിക്കുന്നവൻ അവരെ മറിച്ചിടാൻ ആവുന്ന പണിയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ക്യാപ്റ്റൻ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കുകയും ഇതിനിടെ അതിന്റെ ഡ്രൈവർ സീറ്റ് തുറന്ന് പൈലറ്റിനെ ഇജക്ട് ചെയ്ത് കളഞ്ഞ ശേഷം അവൻ അതിൽ കയറി നേരെ ആ വിമാനം ലക്ഷ്യമാക്കി പോകുന്നു. എന്നാൽ ഇത് കാണുന്ന ജൊഹാൻ സ്മിത്ത് വിമാനത്തിലൂടെ അവനെ വെടിവെക്കാൻ ശ്രമിക്കുകയും എന്നാൽ അതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് അവൻ നേരെ പറന്നു ചെന്ന് വിമാനത്തിന്റെ പിറകിലെ കുറച്ച് സ്ഥലത്തൂടെ അത് ഇടിച്ച് അകത്തേക്ക് കയറ്റുകയും ശേഷം അവിടുന്ന് തന്റെ ഷീൽഡും എടുത്ത് നേരെ സ്മിത്തിന്റെ ക്യാബിനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എങ്ങും അവനെ കാണാൻ കഴിയുന്നില്ല. അവൻ എവിടെ പോയെന്നറിയാതെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിറകിലൂടെ വെടിവെക്കാൻ ശ്രമിക്കുന്നത് അവൻ തടയുകയും ശേഷം ഓടിച്ചെന്ന് അവനുമായിട്ട് ഒരു പൊരിഞ്ഞ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും നല്ല ഫൈറ്റിനിടെ അവർ തെറിച്ച് വിമാനത്തിന്റെ ലിവറിലേക്ക് വീഴുകയും അത് നേരെ കുത്തനെ താഴേക്ക് പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവിടെ വെച്ചും അവർ അടികൂടിക്കൊണ്ടിരിക്കുന്നതിനിടെ ക്യാപ്റ്റനെ ചവിട്ടി തെറിപ്പിച്ച ശേഷം സ്മിത്ത് എങ്ങനെയെങ്കിലും നേരെ ചെന്ന് വിമാനം ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറ്റുകയും ശേഷം തോക്കുമായി ക്യാപ്റ്റന്റെ നേർക്ക് ഇറങ്ങി ചെല്ലുകയും നിനക്ക് എന്നെക്കാളും ശക്തിയുണ്ട്, അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ വെറുതെ രാജ്യത്തിന് വേണ്ടിയും പട്ടാളത്തിന് വേണ്ടിയും ജോലി ചെയ്യാൻ നടക്കുവാണെന്നൊക്കെ പറഞ്ഞ് വെടിവെക്കാൻ ശ്രമിക്കുന്നതിനിടെ ക്യാപ്റ്റൻ ആണെങ്കിൽ ഷീൽഡ് കറക്കി എറിയുകയും അവൻ നേരെ ക്യൂബിന്റെ മുകളിലേക്ക് വീഴുന്നതോടെ അത് തകർന്ന് വെളിയിൽ വരുന്നതോടെ അയാൾ എഴുന്നേറ്റ് ആ സാധനമെടുത്ത് സ്വന്തം കയ്യിലേക്ക് പിടിക്കുന്നു. എന്നാൽ അതിന്റെ ശക്തി അവന് താങ്ങാൻ കഴിയാതെ വരികയും പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിച്ച് അയാൾ അതിന്റെ ശക്തിയിലൂടെ കയറി നേരെ ആകാശത്തുള്ള മറ്റേതോ പ്ലാനറ്റിലേക്ക് അങ്ങ് പൊക്കളയുന്നു. ഇതോടെ ക്യൂബ് അവിടെ വീണ് വിമാനം ഉരുകി അത് ഭൂമിയിലേക്ക് പോകുന്നു. അപ്പോഴേക്കും ക്യാപ്റ്റൻ നേരെ പൈലറ്റ് സീറ്റിൽ കയറിയിരുന്ന് നോക്കുമ്പോൾ ന്യൂയോർക്ക് സിറ്റി തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ വിമാനം പൊക്കൊണ്ടിരിക്കുന്നത്. ഇതോടെ അവൻ വയർലെസ്സിലൂടെ കോർട്ടറിനോട് സംസാരിക്കുകയും ഈ വിമാനം ഇപ്പോൾ ന്യൂയോർക്കിലേക്കാണ് പോകുന്നത്, ഇതിൽ കുറെ മിസൈലുകളുണ്ട്, ഇത് നേരെ അവിടെ എത്തിയാൽ ഒരുപാട് പേര് മരിക്കും, എനിക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ എന്തായാലും ഈ വിമാനം ആളൊഴിഞ്ഞ എവിടെയെങ്കിലും ഇടിച്ചിറക്കാൻ പോവാണെന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാം, അങ്ങനെ ഇടിച്ചിറക്കിയ നിനക്കും അപകടമാണെന്ന് പറയുമ്പോൾ ഇതല്ലാതെ എന്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആളൊഴിഞ്ഞ മഞ്ഞുമലയുള്ള പ്രദേശത്തേക്ക് വിമാനം കുത്തനെ താഴ്ത്തുകയും അവളോട് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഞാൻ തിരിച്ചു വരാമെന്ന് നിനക്ക് വാക്ക് തന്നതായിരുന്നു, നമുക്ക് ഒരുമിച്ച് ഡാൻസ് കളിക്കാമെന്നും ഒരുമിച്ച് പാർട്ടിക്ക് പോകാമെന്നും എല്ലാം വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കിനി അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല, എങ്ങാനും എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിന്നോടൊപ്പം ഡാൻസ് കളിക്കാൻ ഞാൻ വരും, കൃത്യം 8 മണിക്ക് നീ റെഡിയായി നമ്മുടെ ആ ക്ലബിലേക്ക് വരണമെന്ന് പറയുകയും വിമാനം നേരെ മഞ്ഞിലേക്ക് ഇടിച്ചിറങ്ങി സിഗ്നൽ മുഴുവൻ ഇല്ലാതാവുകയും ചെയ്യുന്നു. ഇതോടെ അവർക്ക് ആകെ വിഷമമായിരിക്കുകയാണ്. ഏജന്റ് കോർട്ടർ ആണെങ്കിൽ അവനെ ഓർത്ത് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആ വിമാനം ആ മഞ്ഞിൽ കിടന്ന് അത് മഞ്ഞിനടിയിലേക്ക് ഉറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ യുദ്ധത്തിലൊക്കെ അമേരിക്ക വിജയിച്ചതിൽ ആർമിക്കാരും നാട്ടുകാരുമെല്ലാം ഒരുപാട് സന്തോഷിക്കുകയും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നു. പിന്നീട് ശാസ്ത്രജ്ഞനായ പാർക്കർ ഒരു ഗവേഷണം നടത്തുകയും ആ ഗവേഷണത്തിൽ കടലിനടിയിൽ നിന്ന് മറ്റേ വിമാനത്തിൽ നിന്ന് വീണ ക്യൂബ് അദ്ദേഹം കണ്ടെത്തുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ക്യാപ്റ്റനെയാണ്. അവൻ പതിയെ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൻ ഒരു റൂമിനുള്ളിൽ കിടക്കുകയാണ്. താനിപ്പോ എവിടെയാണ് ഉള്ളതെന്നും ഒന്നും മനസ്സിലാവാത്തത് കൊണ്ട് അവിടേക്ക് നോക്കുമ്പോൾ ഒരു റേഡിയോ ഓൺ ആയിരിക്കുകയാണ്. അതിൽ ഒരു ഫുട്ബോൾ മാച്ചിന്റെ കമന്ററി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉടൻ ഒരു പെൺകുട്ടി അവിടേക്ക് വരികയും നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോ എവിടെയാണെന്ന് അവൻ ചോദിക്കുകയും നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവന് ഒരു സംശയം തോന്നുകയും സത്യം പറ ഞാൻ എവിടെയാണ്, ഇതിൽ ഈ കമന്ററി പറയുന്ന കളി നടക്കുമ്പോൾ ഞാനും ആ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് ലൈവായി സംഭവിക്കാൻ ഒരു ചാൻസും ഇല്ല, ഇതിലെന്തോ ഉടായ്പുണ്ടെന്ന് അവൻ പറയുമ്പോൾ അവർ പേടിച്ചുകൊണ്ട് ഒരു സ്വിച്ചിൽ ഞെക്കുകയും പെട്ടെന്ന് 2 സെക്യൂരിറ്റി അവിടേക്ക് കയറി വരികയും ചെയ്യും. എന്നാൽ അവൻ അവരെല്ലാം ഇടിച്ച് തെറിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലാവുന്നില്ല. അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു ഓഫീസ് പോലെ എന്തോ സംഭവത്തിലാണ് അവനുള്ളത്. ഇതോടെ അവൻ അവിടെ ഉള്ളവരെല്ലാം തട്ടിത്തെറിപ്പിച്ച് ഇറങ്ങി ഓടി വെളിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൻ ഞെട്ടിപ്പോകുന്നു. പുതിയ ഒരു ലോകത്താണ് അവനിപ്പോ ഉള്ളത്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള ടെക്നോളജിയും സിറ്റിയും ഒക്കെ കണ്ട് അവൻ അതിശയിച്ചിരിക്കുമ്പോൾ കുറെ ആളുകൾ അവിടേക്ക് വരികയും നിങ്ങൾ പേടിക്കാതെ നിൽക്കാൻ ഒരാൾ അവനോട് പറയുകയും ചെയ്യുന്നു. അത് നിക് ഫ്യൂറിയാണ്. അദ്ദേഹം അവന്റെ അടുത്തേക്ക് വന്ന ശേഷം നിങ്ങളോട് ഇതിനെപ്പറ്റി സാവധാനം പറഞ്ഞാൽ മതിയെന്ന് കരുതിയാണ് പഴയ കാലത്തുള്ള അതേ രീതിയിൽ റീക്രിയേറ്റ് ചെയ്ത് ഒരു റൂമിൽ നിങ്ങളെ ആക്കിയത്, പക്ഷേ നിങ്ങൾ അതിന് സമ്മതിച്ചില്ല. നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ 70 വർഷമായി മഞ്ഞിനടിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു, ഇപ്പോ 2011 ഈ പുതിയ ലോകത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതമെന്ന് പറയുമ്പോൾ അവന് ആകെ വിഷമമാവുകയും എനിക്ക് 8 മണിക്ക് ഒരാളിനെ കാണാനുണ്ടായിരുന്നു എന്ന് അവൻ പറയുന്നതോടെ സിനിമ അവസാനിക്കുന്നു. യഥാർത്ഥത്തിൽ അവന്റെ ദേഹത്ത് സെറം കുത്തിവെച്ചിട്ടുള്ളത് കൊണ്ട് പെട്ടെന്നൊന്നും ക്യാപ്റ്റൻ മരിക്കില്ല. അന്നത്തെ ആ വിമാന അപകടത്തിന് ശേഷം 2012 ആളുകൾ റിസർച്ച് ചെയ്ത് ആ വിമാനം കണ്ടുപിടിക്കുകയും അതിൽ നിന്ന് അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുകയായിരുന്നു. അതാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്. 2011 $140 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ $370 മില്യൺ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്.